بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الإمام البخاري أمير المؤمنين في الحديث حدثنا عبد الله بن يوسف قال أخبرنا مالك عن هشام بن عروة عن أبيه عن عائشة أم المؤمنين رضي الله عنها وعنهم أن الحارث بن هشام رضي الله عنه سأل رسول الله صلى الله عليه وسلم فقال يا رسول الله كيف يأتيك الوحي؟ فقال رسول الله صلى الله عليه وسلم أحيانا يأتيني مثل صلصلة الجرس وهو أشده علي فيفسم عني وقد وعيت عنه ما قال وأحيانا يتمثل للملك رجلا فيكلمني فأعي ما يقول. قالت عائشة رضي الله عنها ولقد رأيته ينزل عليه الوحي في اليوم الشديد البرد فيفسم عنه وإن جبينه ليتفسد عرقا. വേദശേഷ മഹാസത്യപാതാരം എന്ന അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന നമ്മുടെ ഈ വിഷയത്തിലുള്ള ബുഖാരിയുടെ രണ്ടാമത്തെ ഹദീസാണ് ഇന്ന് നാം ഓതുന്നത്. സനദ് നാം വായിച്ചു. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയിലേക്ക് നാം എത്തി. ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ. പരിശുദ്ധ ഖുർആനാണ് ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് അസ്വാജുഹു ഉമ്മഹാത്തുഹും എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ മുഅ്മിനീങ്ങൾക്ക് ഉമ്മകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഉമ്മുൽ മുഅ്മിനീൻ എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഉമ്മുൽ മുഅ്മിനാത്ത് എന്ന് പറയോ അത് പറയേണ്ടതില്ല എന്നാണ്. കാരണം മുഅ്മിനീങ്ങളുടെ ഉമ്മ എന്ന് പറയുന്നത് അളമത്തിലും ഷറഫിലും ഇഹ്തിറാമിലുമാണ്. മുഅ്മിനീങ്ങൾക്ക് ഉമ്മയാണെന്ന് മനസ്സിലാക്കി അവരെ തൊടാനോ അവരെ കാണാനോ അവരുമായി നേരിട്ട് നിന്ന് സംസാരിക്കാനോ പാടില്ല. ആ ഹുർമത്ത് വലിയ വലിയ ഹുർമത്താണ്. ഒരു ഹിജാബിൻ്റെ പിന്നിൽ ഹിജാബിൻ്റെ ആയത്തിറങ്ങിയതിൻ്റെ ശേഷം അവരിൽപ്പെട്ട ഒരാളെയും മഹാന്മാരായ ഒരാളും തന്നെ അവരുടെ മെഹ്റമല്ലാതെ കണ്ടിട്ടില്ല. അത്രയും ഹിജാബിലുള്ളവരാണ് അവർ. അവർക്ക് മുഅ്മിനീങ്ങളുടെ ഇടയിൽ വലിയ ആദരവാണ്, ബഹുമാനമാണ്. പിന്നെ അവരുടെ സഹോദരങ്ങളെ സംബന്ധിച്ച് ഉദാഹരണം ആയിഷ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരങ്ങളാണ് മുഹമ്മദ് ബിൻ അബീ ബക്കറും അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറും. അവരെ സംബന്ധിച്ചെല്ലാം ഖാല് എന്ന് പറയുമോ, ഖാലുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ പിതാവ് അമ്മാവന്മാർ എന്ന് പറയുമോ? ഇല്ലേ. മഹാന്മാർ പറയുന്ന ഒരു വിഭാഗം പറയുന്നത് അങ്ങനെ പറയാം, മറ്റു വിഭാഗം പറയുന്നത് പറയാൻ പറ്റൂല. പറയാൻ പറ്റുമെന്ന് പറഞ്ഞാലും പറഞ്ഞില്ല എന്ന് പറഞ്ഞാലും ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഖാലുൽ മുഅ്മിനീൻ എന്ന് സാധാരണ ഉപയോഗിക്കലുണ്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ടാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ആയിഷ ബീവി പറയുന്നത്? അന്നൽ ഹാരിസ് ബിൻ ഹിശാമിൻ, ഹാരിസ് ബിൻ ഹിശാം എന്നവർ റളിയല്ലാഹു അൻഹു. ഹാരിസ് ബിൻ ഹിശാം, ഇവിടെ ഈ പ്രയോഗത്തിൽ നിന്ന് ഹാരിസ് അല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയാണ്. അതുകൊണ്ട് മുസ്നദു ആയിഷ എന്ന പേരിലാണ് ഈ ഹദീസ് അറിയപ്പെടുന്നത്. ആയിഷ ബീവിയുടെ മുസ്നദ്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹാരിസ്
എന്നവർ ഹാരിസ് ബിൻ ഹിഷാം എന്നവർ നബി തങ്ങളോട് ചോദിച്ച ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആള് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ആണ്. അവർ ഒരു സംഭവം ഉദ്ധരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഹദീസിൻ്റെ സ്വഹാബി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. പിന്നെ ആ സംഭവം ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യവും അതിൻ്റെ മറുപടിയും ഒന്നിരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വെക്കുക. അങ്ങനെയാണ് മഹാന്മാരെല്ലാം വെച്ചിട്ട് ആ സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ആ ചോദിക്കുമ്പോഴും നബി തങ്ങൾ മറുപടി പറയുമ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ സന്നദ്ധയായിരുന്നു. ഈ അന്ന എന്ന പ്രയോഗം അന്നിൻ്റെ മാതിരി തന്നെ അത് സനദ് മുത്തസിലാവലിലേക്കുള്ള പ്രയോഗമാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഹാരിസ് ബിൻ ഹിഷാം ബിൻ മുഗീറത്ത് ബിൻ അബ്ദില്ലാഹി ബിൻ അംർ ബിൻ മഖ്സൂം, അതാണ് പൂർണ്ണ പേര്. ഹിഷാം എന്ന് പറഞ്ഞ അബൂജാഹിലിൻ്റെ പിതാവാണ്. അപ്പോൾ അഹു അബി ജഹലിൻ്റെ അബവൈഹി, അബൂജാഹിലിൻ്റെ സഹോദരനാണ് ഹാരിസ് എന്നവർ. വബ്നു അമ്മി ഖാലിദ് ബിൻ വലീദ്, മഹാനായ ഖാലിദ് ബിൻ വലീദിൻ്റെ പിതാമഹൻ്റെ മകനുമാണ്. ഷഹിദ ബദ്റൻ കാഫിറ ഫൻഹസമ, ഹിഷാം ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരായി വരികയും ഓടി രക്ഷപ്പെടുകയും പിന്തിരിഞ്ഞോടുകയും ചെയ്ത ആളാണ്. അവർ മുസ്ലിമാകുന്നത് മക്കം ഫതഹിൻ്റെ അന്നാണ്. മുസ്ലിമായതോട് കൂടെ ഹസന ഇസ്ലാമുഹു, അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വളരെ ഡീസൻ്റ് ഉള്ള നിലക്ക് ഇസ്ലാമിൽ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വരുമ്പം ഹാരിസ് ബിൻ ഹിഷാമിനിക്ക് 100 ഒട്ടകം കൊടുത്തിട്ടുണ്ട്. പിന്നെ മുസ്ലിമീങ്ങളോട് കൂടെ മുസ്ലിമീങ്ങളെ കാലത്ത് സഹാബത്തിൻ്റെ കാലത്ത് നടന്ന ഏറ്റവും വലിയ യുദ്ധങ്ങളിൽപ്പെട്ട യുദ്ധമാണ് യർമൂക്ക് യുദ്ധം. ആ യർമൂക്ക് യുദ്ധത്തിൽ അവർ ഷഹീദായി ഹിജ്റ 15-ാമത്തെ വർഷത്തിൽ. മഹാനവർകൾ അവരുടെ കുടുംബത്തിൽ തന്നെ വലിയ നേതാവായിരുന്നു. അബൂജാഹിലിൻ്റെ മാതിരി തന്നെ ഹാരിസും വലിയ നേതാവാണ്. ഹാരിസ് എന്നവർക്ക് 32 മക്കളാണുള്ളത്. 32 മക്കൾ. അബൂബക്കർ ബിൻ അബ്ദുറഹ്മാൻ ബിൻ അൽ ഹാരിസ് ബിൻ ഹിഷാം അഹദുൽ ഫുഖഹാഇ സബ്അ. അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് വിളിക്കൽ അബൂബക്കർ എന്ന ആ അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് എന്ന ആള് മദീനയിലെ ഫുഖഹാഉ സബ്അയിൽപ്പെട്ടവരാണ്. ഫുഖഹാഉ സബ്അയുടെ തൊട്ടുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ പല അഭിപ്രായങ്ങൾ 3 ആളായി പേര് പറഞ്ഞു. അതിൽ ഒരു റാജിഹായ അഭിപ്രായത്തിലുള്ള ഒരാളാണ് ഈ പറഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് എന്ന് ഫുഖഹാഉ സബ്അയിൽപ്പെട്ടതാകുന്നു. പിന്നെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഹാരിസ് ബിൻ ഹിഷാം എന്ന ആള് ആകെ 2 ആളേ ഉള്ളൂ. ഈ ഹാരിസ് ബിൻ ഹിഷാമും പിന്നെ ഹാരിസ് ബിൻ ഹിഷാമുൽ ജുഹനി എന്ന ആളും. ഈ ഹാരിസ് എന്നവർ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ഫഖാല, സഅല എന്നതിൻ്റെ ബയാനാണ്. അതായത് ഹിഷാം എന്നവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, കൈഫ യഅതീകൽ വഹ്യു, എങ്ങനെയാണ് തങ്ങൾക്ക് വഹി വരിക? ആ വഹി വരുന്ന രൂപം എങ്ങനെയാണ്? വഹി എന്നുള്ള ഉദ്ദേശം മുളാഫ് കൂട്ടി കൊടുത്തിട്ടാക്കുക. വഹി വരുന്ന മലക്ക് തങ്ങളിലേക്ക്, വഹിയുമായി വരുന്ന മലക്ക് തങ്ങളിലേക്ക് എങ്ങനെയാണ് വരല്? അതാണ് നല്ല അർത്ഥം. വഹി വരിക എന്ന് പറഞ്ഞാൽ വഹി വരൂലല്ലോ, അള്ളാഹുവിൻ്റെ സന്ദേശമല്ലേ. അപ്പോൾ സന്ദേശം വരിക, ആ സന്ദേശവുമായി വരുന്ന മലക്കിൻ്റെ രൂപം എങ്ങനെയാണ്, ഏത് രീതിയിലാണ്? ഇവിടെ ബാബു ബദിയിൽ വഹിയാണ്. വഹിയിൻ്റെ ബദുആണ് പറയേണ്ടത്, പറയേണ്ടത്. വഹിയിൻ്റെ ആരംഭം പറയണമെങ്കിൽ റഷീദിയെ പോലുള്ള കിതാബ് ഓതിയവർക്ക് അറിയാം, ഒരു വിഷയത്തെപ്പറ്റി പറയുമ്പോൾ മുളാഫും ചർച്ച ചെയ്യണം, മുളാഫിലെയും ചർച്ച ചെയ്യണം, എന്നാലേ ആ ബാബ് പൂർത്തിയാവുള്ളൂ. അപ്പോൾ ആ നിലക്ക് ഈ ഹദീസ് ഇവിടെ വഹിയൻ്റെ ബദ് പറഞ്ഞെങ്കിൽ വഹി എന്താണ് ആദ്യം തിരിയണ്ടേ? ആ നിലക്ക് ആ വഹിയുടെ ചർച്ച ഇവിടെ വരുന്നത്. അവിടെ പലരും പറഞ്ഞിട്ടുണ്ട്, 2ാമത്തെ ഹദീസ് എന്തിനാണ് ഈ ബാബ് കൊടുത്തത് നോക്കിക്കോലുണ്ട്. പലരും പല മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല മറുപടി ഇതാണ്, എന്ത്? ബദുൽ വഹി, വഹിയിൻ്റെ ആരംഭം എങ്ങനെയെന്നുള്ള.
വഹിയിൻ്റെ ആരംഭം പറഞ്ഞെങ്കിൽ വഹി എന്താണെന്ന് മനസ്സിലാവണ്ടേ, ആ വഹിയിൻ്റെ കൈഫിയത്ത് മനസ്സിലാവണ്ടേ. മുദാഫിലേക്ക് തിരിഞ്ഞാലല്ലേ മുദാഫ് തിരിയുള്ളൂ. അത് കൂടുതൽ മറുപടി കൊണ്ട് ആവശ്യമില്ല. ആ ചോദ്യം അപ്രസക്തമായത് കൊണ്ട് പിന്നെ മറുപടി നമുക്ക് കൊണ്ട് ആവശ്യമില്ല. ഏതായാലും ചോദ്യത കൈഫ യതീകൽ വഹിയോ, തങ്ങൾക്ക് എങ്ങനെയാണ് വഹി വരൽ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹ്യാനൻ യതീനി മിസ്ല സൽസലത്തിൽ ജറസി വഹുവ അശദ്ദുഹു അലയ്യ ഫയഫ്സിമു അന്നി വഖദ് വഅയ്തു അൻഹു മാ ഖാൽ വഅഹ്യാനൻ യതമസ്സലു ലിയൽ മലകു റജുലൻ ഫയുകല്ലിമുനി ഫഈമാ യഖൂൽ. അഹ്യാനൻ ചില സമയത്ത് യതീനി വഹി എനിക്ക് വരും, വഹിയന വഹിയുമായി മലക്ക് എനിക്ക് വരും. മിസ്ല സൽസലത്തിൽ ജറസി, മണിയുടെ ശബ്ദം പോലെയുള്ള ഒരു ശബ്ദം പോലെ ആ സ്ഥിതിയിൽ വരും. മിസ്ല ഹാലാണ്. സൽസലത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദം, ജറസ് എന്ന് പറഞ്ഞാൽ കൊടമണിയുടെ ശബ്ദം പോലെയുള്ള ഒരു ശബ്ദമായ സ്ഥിതിയിൽ വഹിയുമായി മലക്കിൻ്റെ അടുക്കലേക്ക് വരും. വഹുവ, ഈ ഒരു വഹി, അശദ്ദുഹു അലയ്യ, വഹികളിൽ വെച്ച് എൻ്റെ മേലിൽ ഏറ്റവും പ്രയാസം കൂടിയതാണ്, ഏറ്റവും ശക്തിയായതാണ്. ഫയഫ്സിമു അന്നി, അങ്ങനെ അവിടെ യഫ്സിമുന്നുണ്ട്, ഫസമ യഫ്സുമുന്നുണ്ട്, അഫ്സമ യഫ്സിമു, 3 കഴിവായത്തുണ്ട്. ഫയഫ്സിമു അന്നി, അങ്ങനെ ആ വഹി എന്നെ തൊട്ട് പിരിയും. വഖദ് വഅയ്തു അൻഹു മാ ഖാൽ, പിരിയും മുറിയും എന്നെല്ലാം അർത്ഥമുണ്ട്. വഖദ് വഅയ്തു, തീർച്ചയായും ഞാൻ മനപ്പാടമാക്കിയിരിക്കുന്നു, അൻഹു മലക്കിനെ തൊട്ട്, മാ ഖാല മലക്ക് പറഞ്ഞതായ ഒന്നിനെ. ഈ അമീർക്ക് പോകുന്നത് മലക്കിലേക്കാണ്. മലക്കെന്താ വഹീൻ്റെ അവിടെ കൂട്ടിക്കൊടുത്ത മലക്കിലേക്കാണ് പോകുന്നത്. വഹിയുമായി വരുന്ന മലക്ക് പറഞ്ഞെന്നതായ ഒന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ നിലക്ക് എന്നിൽ നിന്ന് വഹി പിരിഞ്ഞു പോവും. വഹിയാനൻ, വേറെ ചില ഘട്ടങ്ങളിൽ യതമസ്സലുലിൽ മലക്കു, എനിക്ക് മലക്ക് രൂപാന്തരപ്പെട്ടു വരും. റജുലൻ, ഒരു പുരുഷനായി. ഫയുകല്ലിമുനി, അങ്ങനെ ആ മലക്ക് എന്നോട് സംസാരിക്കും. ഫഈ, അപ്പോൾ ഞാൻ മനഃപ്പാടമാക്കും. മാ യഖൂലു, ആ മലക്ക് പറയുന്നതായ ഒന്നിനെ. ഇതാണ് മറുപടി കൊടുത്തത്. 2 രൂപ. അഹ്യാനൻ നഹ്യാൻ ആദ്യമായി ചിന്തിച്ച് മനസ്സിലാക്കുക. അഹ്യാനൻ നഹ്യാൻ 2 വട്ടം പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെ വഹ്യാനൻ, മറ്റു ചിലപ്പോൾ ഇങ്ങനെ. അതിൻ്റെ അർത്ഥം എല്ലാ ഇതിൽ പൂർണ്ണമായി എന്നല്ല, വഹി വരുന്ന രൂപങ്ങൾ ധാരാളമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 അവസ്ഥയാണ് പറഞ്ഞത്, അഹ്യാനും വഹിയാനൻ. പിന്നെ വേറെ രൂപമുണ്ട്, എന്താ? അള്ളാഹുവിനെ നേരിട്ട് കാണുക, ഇസ്രായേലിൻ്റെ അടുത്ത് നടന്നതുപോലെ. പിന്നെ അള്ളാഹു തആലാന്റെ കലാമിനെ കേൾക്കുക, മൂസാ നബിക്കുണ്ടായതുപോലെ. പിന്നെ സ്വപ്നത്തിലുണ്ടാകുക, അത് വേറൊരു വഹിയാണ്. പിന്നെ മലക്കന്നെ ജിബ്രീലല്ലാതെ മീകായിൽ ഇസ്ലാമിൻ്റെ അലൈഹി ഇസ്ലാം 3 വർഷത്തോളം തങ്ങൾക്ക് വഹിയുമായി വന്നിട്ടുണ്ട്. ത്വായിഫിൽ വെച്ച് മലക്കുൽ ജിബാല് വന്നിട്ടുണ്ട്. അങ്ങനെ പല മലക്കുകളും തങ്ങളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, വഹിയുമായി സംസാരിക്കലുണ്ട്. അപ്പോൾ ഇവിടെ വഹീൻ്റെ മലക്കിൻ്റെ പേരുടെ പറഞ്ഞിട്ടുമില്ല. എന്നാൽ ഈ പറയുന്ന മലക്ക് ജിബ്രീൽ തന്നെയാണ്, അത് പിന്നീട് മനസ്സിലാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വഹീൻ്റെ രൂപം ഈ 2 വിഭാഗം ഉണ്ട് എന്ന് ഈ പറയലെന്ന് മനസ്സിലാവുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ എന്ന് കിട്ടൂല. വലിയ ചർച്ചകൾ മഹാന്മാർ നടത്തുന്നുണ്ട് ഇവിടെ. ഈ 2 സാധാരണ ദിവസങ്ങൾക്ക് വരുന്ന വഹികൾ അധികവും ഈ 2 കൂലത്തിലാണ് ഉണ്ടാവല്. അത് സത്യമാണ്. വേറെ കോലത്തിൽ വരലുണ്ട്. 70ഓളം രൂപത്തിൽ മലക്കുകൾ വന്നിട്ട് നബി തങ്ങൾക്ക് വഹി ലഭിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നുണ്ട് 40ഓളം വിഭാഗം. അങ്ങനെ അതിൻ്റെ അക്സാമുകൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അത് ആശയങ്ങൾ നോക്കിയാൽ, ശുറൂഹുൽ നോക്കിയാൽ ലഭ്യമാകുന്നതാണ്. ഇവിടെ ചിന്തിക്കുന്നത്
വഹി എൻ്റെ അടുക്കലേക്ക് വരും. മിസ്ല സൽസലത്തിൽ ജറസി, കൊടമണിയുടെ ശബ്ദം പോലെയായ സ്ഥിതിയിൽ വരും. എന്താണ് ഈ പറയുന്നത്? ഈ കൊടമണിയുടെ ശബ്ദം പോലെ വരും എന്ന് പറഞ്ഞതിലേക്ക് ഇമാമിങ്ങൾ വെക്കുന്നൊരർത്ഥം, വഹിയുടെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി കേന്ദ്രീകരിക്കാൻ വഹി വരുന്ന ഘട്ടത്തിൽ ഒരു ജറസിൻ്റെ കൊടമണിയുടെ ശബ്ദമുണ്ടാകുന്ന മാതിരി ഒരു ശബ്ദമുണ്ടാകും. ഈ ശരിയാണ് കൊടമണിയുടെ ശബ്ദം എന്നല്ല പറയുന്നത്, കൊടമണിയുടെ ശബ്ദം പോലെയുള്ള ഒരു ശബ്ദം. അപ്പോൾ ഒരു ശബ്ദം അവിടെ പ്രത്യക്ഷപ്പെടും. ആ ശബ്ദം പ്രത്യക്ഷപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വഹീന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കും. നബി തങ്ങളുടെ ശ്രദ്ധ മുഴുവനും അങ്ങോട്ട് തിരിക്കും. അവർ വലിയ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ടേബിൾ അടിച്ച് വെച്ചുണ്ടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ സമയമായി എന്നറിയിക്കാൻ ഓരോരോ സ്ഥാപനങ്ങളിലും മദ്രസകളിലും സ്കൂളുമെല്ലാം ബെല്ലടിക്കുന്നത് പോലെ തങ്ങളുടെ മറ്റുള്ള എല്ലാ അവസ്ഥകളും മാറ്റിവെച്ച് തങ്ങൾക്ക് വഹീൻ്റെ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് തങ്ങളുടെ ശ്രദ്ധ തിരിക്കണം എന്നുള്ളൊരു തംബീഹായിട്ടാവാം. അങ്ങനെ പറഞ്ഞ ധാരാളം മഹാന്മാരുണ്ട്. അത് വളരെ ബുദ്ധിക്കും അഖിലും നിരക്കുന്ന സംഭവമാണ്. എഴുത്തീനി വഹി എനിക്ക് വരും, ആ വരുന്നത് തന്നെ മിസ്ല സൽസലത്തിൽ ജറസീന. അപ്പം ആ വരുന്ന രംഗമാവാം ആവിശദീകരിക്കുന്നത്. വേറൊരു വിഭാഗം പറയുന്നത് അങ്ങനെയല്ല, നബി തങ്ങൾക്ക് വഹി വരുമ്പോൾ ആ വഹിൻ്റെ ലാഹിറിൽ ഒരു വലിയ ശബ്ദമാണ് അനുഭവപ്പെടുക. ആ ശബ്ദത്തിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കും. അത് അവിടെ ടൈപ്പ് ചെയ്തിരിക്കും, അത് പിടിച്ചെടുത്തിട്ടുണ്ടാവും. പുറത്തേക്ക് കേൾക്കുന്നത് ഒരു വരമ്പാനം. ആ വരമ്പാനമാണെങ്കിലും ഉള്ളിലേക്ക് വരുന്നത് അതങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഹൃദയത്തിൽ അത് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കും. ഏത് പ്രകാരം? ഒരു ഉദാഹരണം, ഇത് ഉദാഹരണം ശരിയാവില്ല എനിക്കറിയാം, ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നൊരു ഉദാഹരണം പറയാണ്. ഒരു ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ആ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അവിടെ ഒരു ശബ്ദമുണ്ടാകും. അധിക ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാകും. വലിയ വലിയ ബാറ്ററികൾ, വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴാണെങ്കിലോ വാഹനത്തിൻ്റെ വലിയ ശബ്ദമുണ്ടാകും. ആ ശബ്ദത്തിൻ്റെ ഇടയിൽ അത് ചാർജായി പോകും. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ അത് ഇട്ടുകൊടുത്ത് ഉദ്ദേശിച്ച അത്ര ഇട്ട് കൊടുക്കും. നബി തങ്ങൾക്കത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്യും. അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് മുഴുവൻ നബി തങ്ങളെ വക്കൽ നിന്ന് ഇന്നതാണ് വന്നത് എന്ന് നബി തങ്ങൾക്ക് അങ്ങനെ ഓതി കൊടുക്കാൻ കഴിയും. ഈ നിലക്ക് ശബ്ദം ആദ്യം മുതൽ അവസാനം വരെ ലാഹിറിലുണ്ടാകും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസ് ഉണ്ട്. നബി തങ്ങൾക്ക് വഹി വരുമ്പോൾ തേനീച്ചയുടെ ശബ്ദം പോലെ, കൂടിളകിയതായ തേനീച്ചകൾ ഓടുമ്പോൾ വരമ്പാനമുണ്ടാകുന്നത് പോലെ ഒരു വരമ്പാനം അവിടെ ഉണ്ടാവലുണ്ട്, ഞങ്ങളെല്ലാം കേൾക്കലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഹത്തവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ളവർക്ക് അവിടെ ഒരു ശബ്ദം മുഴങ്ങുന്നത് കേൾക്കാം, തേനീച്ചയുടെ ശബ്ദം പോലെയുള്ള ശബ്ദം. അത് നബി തങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണെങ്കിലോ കൊടമണിയുടെ ശബ്ദം പോലുള്ള ശബ്ദവും. ആ ശബ്ദത്തോടു കൂടെ മലക്ക് നബി തങ്ങളുടെ അടുക്കലേക്ക് വരും. മലക്ക് വരുന്നത് മലക്കിൻ്റെ രൂപത്തിലാണ്. രണ്ട് രൂപമാണ് പറയുന്നത്. ഒന്ന് മലക്കിൻ്റെ രൂപത്തിൽ വരുമ്പോൾ ആ മലക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം അതിനോട് ലയിച്ച് പോവണം, അതിനോട് യോജിച്ച് പോവണം, അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാവണം. അങ്ങനെ നബി തങ്ങൾ മലക്കാനിയായ രൂപത്തിലേക്ക് അങ്ങോട്ട് മാറണം. മലക്ക് മലക്കായും കൊണ്ടും മനുഷ്യൻ മനുഷ്യനായും കൊണ്ടും നിൽക്കുമ്പോൾ പരസ്പര
സന്ദേശ കൈമാറ്റം എളുപ്പമാകൂല. രണ്ടും രണ്ട് രൂപത്തിലുള്ള രണ്ട് വസ്തുക്കളായതുകൊണ്ട് തന്നെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലക്കാനിയായ സ്വഭാവം അങ്ങോട്ട് ലഭിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ മനുഷ്യ സഹജമായ ജസദിനിക്ക് ജറസിൻ്റെ ശബ്ദം പോലെയുള്ള ശബ്ദം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നബി തങ്ങളുടെ ഹൃദയവും റൂഹും മനസ്സും മലക്കിലേക്ക് ലയിച്ചു ചേർന്നിട്ട് അതങ്ങനെ മലക്ക് ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കും. ആ മലക്കിൻ്റെ ഈ രംഗാണ് കഴിഞ്ഞ് മലക്കാണ് പിരിഞ്ഞു പോകുമ്പം നബി തങ്ങൾക്കത് വളരെ വ്യക്തമായി മനസ്സിലുണ്ടായിട്ടുണ്ടാകും. അതിങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. റസൂലുള്ള പറഞ്ഞത് അഹിയാനൈ യഅ്തീനി മിസ്ല സൽസലത്തിൽ ജറസി വഹുവ അശദ്ദുഹു അലയ്യ വയഫ്സിമു അന്നി വഖദ് വഅയ്തു അൻഹു മാ ഖാൽ. അതങ്ങനെ അർത്ഥം വെക്കാൻ തന്നെ കഴിയുള്ളൂ നമുക്ക്. അതൊക്കെ അനുഭവിച്ചറിയേണ്ട ജ്ഞാനങ്ങളാണത്. വഅഹിയാനൻ വേറെ ചില സമയങ്ങളിൽ യതമസ്സലുലി എനിക്ക് കോലപ്പെട്ടു വരും അൽ മലക്കു മലക്ക് റജുലൻ ഒരു ആണായിട്ട്. ആ ആണ് കാര്യമായി വരൽ ബഹുമാനപ്പെട്ട ദിഹ്യത്തുൽ കൽബിൻ്റെ രൂപത്തിലാണ്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരൻ റസൂലുള്ള കഴിഞ്ഞാൽ പിന്നെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ സുന്ദരൻ ദിഹ്യത്തുൽ കൽബിയാണ്. ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുഖം മൂടി ധരിച്ചാണ് പോവുക. കാരണം അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി പല സ്ത്രീകളും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ചെയ്തതുപോലെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങും. അതിൻ്റെ പേരിൽ പൂർണ്ണമായി മുഖം മറിച്ച് മാത്രമേ പുറത്തിറങ്ങുള്ളൂ. മുഖം ആരും കാണിച്ചു കൊടുക്കൂല. പിന്നെ ബാക്കിയുള്ള എന്തായാലും മറക്കുമല്ലോ. അങ്ങനെ മലക്ക് മനുഷ്യൻ്റെ രൂപത്തിലേക്ക് മലക്ക് മാറും. നബി ഏതായാലും മനുഷ്യനാണ് താണല്ലോ, പരസ്പര യോജിപ്പുണ്ടാകും. അങ്ങനെ മലക്ക് എന്നോട് സംസാരിക്കും. ഞാൻ മനസ്സിലാക്കും. മായക്കൂലു ഞാൻ മനഃപ്പാടമാക്കും. മായക്കൂലു മലക്ക് പറയുന്ന ഒന്നിനെ. ഈ രണ്ട് രൂപത്തിലാണ് വഹി എനിക്ക് വരുന്നത്. ചിലപ്പോൾ അങ്ങനെ വരും, ചിലപ്പോൾ ഇങ്ങനെ വരും, മറ്റിലപ്പം വേറെ രൂപത്തിൽ വന്നിട്ടുണ്ട്. കാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വലഖദ് റഅയ്തുഹു തീർച്ചയായും അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ നബി തങ്ങളെ കണ്ടിരിക്കുന്നു. യൻസിലു അലൈഹി നബി തങ്ങളെ മേലിൽ ഇറങ്ങുന്നതായിട്ട് അൽ വഹിയു വഹി ഫിൽ യൗമി ശദീദിൽ ബർദി കൊടും തണുപ്പുള്ള ദിവസത്തിൽ. ഫയഫ്സിമു അങ്ങനെ ആ വഹി മുറിഞ്ഞു പോകും മൻഹു നബി തങ്ങളെ തൊട്ട്. ഏത് സ്ഥിതിയിൽ വഇന്ന ജബീനഹു തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജബീൻ നെറ്റിത്തളത്തിൻ്റെ രണ്ട് സൈസ് ചന്നി എന്നറിയും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിയുടെ രണ്ട് ഭാഗവും ലയതഫസ്സദു അത് ഒലിക്കും വിയർപ്പാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശക്തമായ മുഖത്തിൻ്റെ നെറ്റിയുടെ രണ്ട് ഭാഗത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിയർപ്പ് വരും. വഹി ഇറങ്ങുന്ന സമയത്ത് വഹി പോകുമ്പോൾ അത് ശക്തമായി ഒലിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നബി തങ്ങളെ കോലം വിവരണമാവലുണ്ട്. പലപ്പോഴും മലക്കാനിയായ സ്വഭാവത്തിലേക്ക് നബി തങ്ങൾ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് ചുവപ്പ് വരും. ഒരു പ്രത്യേക ഉറക്കത്തിലുണ്ടാക്കുന്ന ശബ്ദം പോലെ ഒരു ശബ്ദം നബി തങ്ങൾക്ക് ചിലപ്പോൾ പിടിപെടും. ആ മലക്കും നബി തങ്ങളും ചെയ്യുന്ന ആ പ്രത്യേകമായ നബി തങ്ങളുടെ സ്വഭാവം മലക്കാനിയത്തിലേക്ക് അങ്ങോട്ട് മാറുമ്പോൾ അല്ല, മലക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ ഇങ്ങോട്ട് വരികയാണെങ്കിലോ അത് വളരെ മറ്റൊരൊക്കെ അപേക്ഷിച്ച് എളുപ്പമാണ്. എന്തായാലും വഹി ഇറങ്ങുമ്പോൾ ആ വഹി ഇറങ്ങുന്ന രംഗം ഒരു വലിയൊരു രംഗം തന്നെയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മുഴുവനും ഇറങ്ങിയത് ആ ഒന്നാമത്തെ രീതിയിലാണ്.
യഅ്തീനി മിസ്ല സൽസലത്തിൽ ജറസി വഹുവ അശദ്ദുഹു അലയ്യ എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ മുഴുവനുമായി ഇറങ്ങിയത്. മക്കയിലെ കാഫിരീങ്ങൾ പലരും ഏതോ ഒരാൾ നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, ഒരു റജുൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് വാദിച്ചിട്ടുണ്ട്. അതിനും കൂടി മറുപടിയായിട്ട് പരിശുദ്ധ ഖുർആൻ മുഴുവനും ഇറങ്ങിയത് ആ ഒരു രീതിയിലാണ്. ആ ഒരു രീതിയിലാകുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലുമായി നബി തങ്ങൾ അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകണം. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നേരിടലുണ്ട്. ശരീരത്തിലേക്ക് ഭാരം കൂടും. ഒട്ടകത്തിൻ്റെ പുറത്ത് റസൂലുള്ളാഹി പോയിരിക്കുമ്പോൾ വഹിയിറങ്ങുന്ന സമയത്ത് ആ ഒട്ടകത്തിൻ്റെ മുതുക് നിലത്തോട് തൊടാനടുത്തതാവുകയും പലപ്പോഴും ഒട്ടകം നബി തങ്ങളെ ഏൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ മുട്ടുകുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ കാലിന്മേൽ റസൂലുള്ളാഹിൻ്റെ കാലുണ്ടായൊരു ഘട്ടത്തിൽ വഹിയിറങ്ങി. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് എൻ്റെ കാല് നിലത്ത് ഭൂമിയിൽ അത് ചമ്മിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു പോയി, അത്രയും ഭാരമായിരുന്നു. ഈ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വഹുവ അശദ്ദുഹു അലയ്യ. അതിൻ്റെ അവസാനം പറയുന്നു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ വളരെ കൊടുന്തണുപ്പുള്ള ദിവസം വഹി ഇറങ്ങി വരുമ്പോൾ വഇന്ന ജബീനഹു ലതഫസ്സദു അറക, നബി തങ്ങളുടെ ജബീനിൽ നിന്ന് വിയർപ്പ് ഉറ്റി ഉറ്റി വീഴുമായിരുന്നു, ഒലിക്കുമായിരുന്നു. കൽ ജുമ്മാൻ എന്നുള്ള മുത്തുപോലെ നബി തങ്ങളുടെ നെറ്റിയിൽ നിന്ന് വിയർപ്പൊലിക്കുമായിരുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു പ്രധാന ഒരു പോയിന്റ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി അത് നബി തങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരുന്നോ? അതല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നിർബന്ധ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒന്നായിരുന്നോ? നബി തങ്ങൾക്ക് വഹി ഇഷ്ടമുണ്ടായിരുന്നോ? അതല്ല, വെറുപ്പായിരുന്നോ? കാരണം ഇത്രയും ഇടങ്ങേറ്, മുസീബത്ത്, വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിക്കുമ്പോൾ അത് ഇഷ്ടമാണോ? അല്ലേ? വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് മഹാന്മാർ സ്വീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നോക്കിയിരിക്കലും പതിവായിരുന്നു. പലപ്പോഴും വഹിയെ പിന്തുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാനസികമായി വിഷമം വരലുണ്ട്. എന്തുകൊണ്ട് വന്നില്ല? കാരണം റസൂലുള്ളാഹി തങ്ങൾ അത് പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് വളരെ സന്തോഷമാണ്. സന്തോഷമുള്ള കാര്യങ്ങൾക്ക് അത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായി വിഷമമുണ്ടാവൽ പതിവാണ്. സാധാരണ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ കാണാം. ഒരു മനുഷ്യനിക്ക് കാട്ടുതേൻ വേണമെങ്കിൽ അതെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ചെറിയ കുത്തേൽക്കാം. അതുപോലെ ഏത് വലിയ പ്രയാസം പിടിച്ച വലിയ വലിയ കർമ്മങ്ങൾ ഒരാൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ മുന്നോടിയായി ആ കർമ്മ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ്റെ ശാരീരികമായി സാമ്പത്തികമായി പല രീതിയിലും പലതും അവൻ സഹിക്കേണ്ടി വരും. അതെല്ലാം വിഷമമാണ്, വെറുപ്പാണ് എന്ന് ന്യായീകരിക്കുന്നത് ശരിയല്ല. അതുപോലെ ഈ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി ഇറങ്ങുന്ന വിഷമത്തെ സംബന്ധിച്ച് പറയുന്ന ചില ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ശബ്ദം വരും. കന്യകയായ സ്ത്രീയെ ആദ്യമായി പുരുഷനുമായി ബന്ധപ്പെടുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഒരു തേങ്ങൽ പോലെ, അങ്ങനെ ഹദീസുകളിൽ കാണാം. അതിൻ്റെ അർത്ഥം ആ സമയത്ത് കന്യകക്ക് ഈ നിലക്കൊരു വിഷമമുണ്ടെങ്കിലും അവൾ പൂർണ്ണമായി ആസ്വദിക്കുന്ന ഘട്ടമാണല്ലോ അത്.
എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിയെ ആസ്വദിക്കൽ തന്നെയാണ്. ആസ്വാദനത്തിൻ്റെ ഭാഗമായുണ്ടാകുന്ന ഒരു വിഷമമാണത്. അത് വെറുപ്പായിരുന്നു എന്ന് ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. അങ്ങനെ ഒരാളും വ്യാഖ്യാനിച്ചിട്ടുമില്ല.